മന്ത്രിയായിരിക്കെ മരുമകളെ മന്ത്രിമന്ദിരത്തിൽ നിയമിച്ചതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് വിശദീകരണവുമായി പി.കെ. ശ്രീമതി ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. മാധ്യമങ്ങളും ബി.ജെ.പി. കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നതുപോലെ മരുമകൾ പെൻഷൻ വാങ്ങുന്നില്ല, പെൻഷൻ അപേക്ഷിക്കുകയും ചെയ്തിട്ടില്ല. അതേസമയം ബന്ധു നിയമനത്തിൽ കുറ്റക്കാർക്കെതിരെ അന്വേഷണം നടത്തി സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. തന്റെ മരുമകളുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട വിവാദമുയർന്ന പശ്ചാത്തലത്തിലാണ് വിശദീകരണവുമായി മുൻ മന്ത്രിയും എം.പിയുമായ പി.കെ. ശ്രീമതി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. പോസ്റ്റിൽ ശ്രീമതി പറയുന്നത് ഇങ്ങനെ: വിമർശനം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റാണിത്. എങ്കിലും 10 കൊല്ലം മുമ്പ് നടന്നത് എന്താണെന്ന് വ്യക്തമാക്കണം എന്ന് എന്റെ മനസ്സു പറയുന്നു. പാർട്ടിക്ക് പോറലേക്കാതിരിക്കാൻ അന്ന് ഞാൻ മൗനം ദീക്ഷിച്ചു. മന്ത്രിഭവനത്തിൽ 3 തസ്തികകളിലേക്ക് ആളുകളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അതാത് മന്ത്രിമാർക്ക് നിശ്ചയിക്കാമെന്ന് പാർട്ടി തീരുമാനം സെക്രട്ടറി അറിയിച്ചു. അനുവാദം വാങ്ങി ഞാൻ എൻ്റെ മകന്റെ ഭാര്യയെ നിശ്ചയിക്കുകയും ചെയ്തു. ബന്ധുക്കളെ മന്ത്രിമന്ദിരത്തിൽ നിശ്ചയിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. ബിരുദധാരികളായവരെല്ലാം അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ സ്റ്റാഫിലുള്ളവരെയും അപ്ഗ്രേഡ് ചെയ്തു. അതിൽ എൻ്റെ മകന്റെ ഭാര്യയെ ചേർത്തത് ശരിയായ നടപടിയായിരുന്നില്ല. എന്നാൽ മീഡിയ ശക്തമായ വിമർശനം എനിക്ക് നേരെ മാത്രം ഉയർത്തി. പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് രാജിവെച്ചു. ഇപ്പോൾ മീഡിയയും ബി.ജെ.പി. കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നത് പോലെ എൻ്റെ മോൻ്റെ ഭാര്യ പെൻഷൻ വാങ്ങുന്നില്ല, പെൻഷന് അപേക്ഷിച്ചിട്ട് പോലുമില്ല എന്ന കാര്യവും വ്യക്തമാക്കുന്നു. അതേസമയം ബന്ധു നിയമന വിഷയത്തിൽ ഗൗരവമായ അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. ഗവൺമെന്റ് ഗൗരവമായി അന്വേഷിച്ച് കുറ്റവാളികൾക്ക് എതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.